ഡാൻസ് ബാറിൽ ഡിജെ പാർട്ടിക്കിടെ ഗുണ്ടാസംഘങ്ങൾ ഏറ്റുമുട്ടിയ കേസിൽ ഒന്നും അറിയില്ലെന്ന് ഓംപ്രകാശിന്റെ മൊഴി. ഡാനിയുടെ പരിപാടിയാണെന്ന് അറിഞ്ഞല്ല ഓംപ്രകാശ് പോയത്. ഡിജെ പാർട്ടിക്കിടെ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓംപ്രകാശും സുഹൃത്തും പോകുമ്പോൾ സാജനാണ് പ്രകോപനമുണ്ടാക്കിയത്. ഓംപ്രകാശ് കടന്നുപോയ ശേഷമാണ് സുഹൃത്ത് നിതിനെ സാജന്റെ നേതൃത്വത്തിൽ കയ്യേറ്റം ചെയ്തത്. എന്നാൽ വെള്ളയാണിക്കാരനായ നിതിൻ പരാതി കൊടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പോലീസിന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താൻ കഴിയാത്തത്. ഓംപ്രകാശിനൊപ്പം ബാറിലെത്തിയ യുവതിക്കും പോലീസ് നോട്ടീസ് അയച്ചു. എറണാകുളം സ്വദേശിയായ യുവതി ഉടൻ സ്റ്റേഷനിലെത്തുമെന്നാണ് സൂചന. ഓംപ്രകാശുമായി ഏറ്റുമുട്ടിയ വലിയതോപ്പ് സ്വദേശി സാജൻ, മകൻ ഡാനി എന്നിവരടക്കം കേസിൽ പ്രതികളായ 25 പേർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായിരുന്നു. പാറ്റൂർ കേസിൽ ആഴ്ചതോറും ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഒപ്പിടാൻ എത്താറുള്ള ഓംപ്രകാശ് മാസങ്ങളായി കുളത്തൂരിലാണ് താമസം. കുളത്തൂരിലെ തമ്പുരാൻ മുക്കിലെ വീട്ടിൽ നിന്നാണ് ഓംപ്രകാശിനെ പിടിച്ചത്. പിന്നീട് ജാമ്യത്തിൽ വിട്ടു. താൻ ഒന്നിനും പോയിട്ടില്ലെന്നാണ് ബാറിലെ ഏറ്റുമുട്ടലിനെ കുറിച്ച് ഓംപ്രകാശിന്റെ മറുപടിയെന്ന് പോലീസ് പറയുന്നു. ബിസിനസ്സുമായി ജീവിക്കുകയാണ് ലക്ഷ്യമെന്ന് ഓംപ്രകാശ് പറഞ്ഞതായി പോലീസ് പറഞ്ഞു. ഗുണ്ടകളെ നിരീക്ഷിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ചിനും ഷാഡോ സംഘത്തിനും കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ ദിവസം ബാറിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും തിരിച്ചറിയൽ രേഖകളും മൊബൈൽ ഫോൺ നമ്പറും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ 25 പേർ സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. ഇനി ബാറിലെ ഏറ്റുമുട്ടലിന്റെ പേരിൽ ആക്രമണം ഉണ്ടാകാതെ തടയുകയാണ് ലക്ഷ്യം. ഭീഷണിയെ തുടർന്ന് സാജന്റെ സംഘത്തിലെ പലരും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. രാത്രി 9:30 കഴക്കൂട്ടം കുളത്തൂരിലുള്ള അതിഥി സൽക്കാര കേന്ദ്രത്തിൽ നിന്നാണ് പിടികൂടിയത്. ഇഞ്ചക്കൽ ബാറിലെ ഗുണ്ടാ ഏറ്റുമുട്ടലിൽ കുപ്രസിദ്ധ ഗുണ്ടാ തലവനായ ഓംപ്രകാശിനെ ഒന്നാം പ്രതിയാക്കി ഫോർട്ട് പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇയാൾ ഹാജരായില്ല. തുടർന്നാണ് ഫോർട്ട് പോലീസ് അറസ്റ്റിലേക്ക് കടന്നത്. പോലീസ് ഓംപ്രകാശിനെ ഒത്താശ ചെയ്യുന്നുവെന്ന ആക്ഷേപത്തിലാണ് ഇയാളെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്യാൻ ഉന്നതങ്ങളിൽ നിന്ന് നിർദ്ദേശം വന്നത്. സംഘം കൂടി, സംഘർഷം, പൊതുജന ശല്യം തുടങ്ങി 6 വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ടെങ്കിലും എല്ലാം ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു. നഗരമധ്യത്തിലെ ഇഞ്ചക്കലിലെ ഡാൻസ് ബാറിലാണ് സാജൻ നടത്തിയ ഡിജെ പാർട്ടിക്കിടെ ഗുണ്ടാസംഘങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. ഓംപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘവും സാജന്റെ സംഘവുമാണ് വെള്ളിയാഴ്ച രാത്രി ഏറ്റുമുട്ടിയത്. വെള്ളനാട് സുരേന്ദ്രന്റെ ബാറിലായിരുന്നു ആക്രമണം. ഓംപ്രകാശ് വിവാഹമോചിതനായെന്നും പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഗുണ്ടാ തലവന്മാരിൽ എയർപോർട്ട് സാജന് നല്ല കരുത്താണ്. ഇത് തകർക്കാനുള്ള ഓംപ്രകാശിന്റെ ശ്രമമാണ് ഇഞ്ചക്കലിൽ കണ്ടതെന്നും പോലീസ് വിലയിരുത്തുന്നു. സാജന്റെ മകനും ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ഡാനി നടത്തിയ ഡിജെ പാർട്ടി ഓംപ്രകാശ് തടസ്സപ്പെടുത്തിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇവർ തമ്മിലുള്ള കുടിപ്പകയുടെ തുടർച്ചയാണ് ഏറ്റുമുട്ടൽ. പരിപാടി നടക്കുന്നതിനിടെ ഓംപ്രകാശും നിതിനും അസഭ്യം വിളിക്കുകയും വാക്കേറ്റം ഉണ്ടായതിനെ തുടർന്ന് ബാറിനുള്ളിൽ ഇരു സംഘവും ഏറ്റുമുട്ടി. വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും ഇരുകൂട്ടരും സ്ഥലം വിട്ടു. എയർപോർട്ട് സാജനെ കണ്ടതും ഓംപ്രകാശ് മാറിയത് പോലീസിനെ ഞെട്ടിച്ചിട്ടുണ്ട്.